ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നാടൻ ഉച്ചയൂണുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു തോരൻ ഉണ്ടാക്കാം. തോരൻ ഉണ്ടാക്കുന്നതിനായി വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി അതിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിരകിയ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മൂടി കൊണ്ട് അടച്ച് വെച്ചൊന്ന് മിക്സ് ആകുന്നത് വരെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊരു കറിയാണ്. അതിനായിട്ട് ഞാനൊരു കറച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം കൂടി വഴന്നു വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. മാങ്ങ ചേർക്കുന്നതുകൊണ്ട് ഞാൻ സാധാരണ ചേർക്കുന്നതിൽ പകുതി കുടംപുളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. മാങ്ങയൊന്ന് വേവായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ അതിലേക്ക് അരച്ച് ചേർക്കാം. പച്ചത്തേങ്ങ മാത്രമാണ് അരച്ചത്, ഇതിലേക്ക് വേറൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ അരച്ച് അതിലേക്ക് ചേർക്കണം. പിന്നെ നമ്മൾ കുറച്ച് കടുക് താളിച്ചിടണം. സാധാരണ കടുക്, കരിവേപ്പില, പിന്നെ ഉണക്കമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കടുക് തിളച്ചിടണം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങ ചേർത്ത അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുത്തരി ചോറും ചെറുപയർ തോരനും ബീട്രൂട്ട് പച്ചടിയും മാങ്ങയിട്ട് അയിലക്കറിയും കൂട്ടി ചോറിനാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എളുപ്പം വായോ.